കണ്ണാടിക്കൽ ഗ്രാമത്തിലുള്ള ആളുകൾ മാത്രമല്ല, ദൂര സ്ഥലങ്ങളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്ന് പോലും നിരവധി ആളുകളാണ് ഈ അർജുന് വേണ്ടി അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയത്. കാരണം നമ്മുടെയൊക്കെ തന്നെ കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെ അർജുൻ മാറിയിരുന്നു കഴിഞ്ഞ 10-75 ദിവസം കൊണ്ട്. അങ്ങനെ അർജുൻ എന്ന പ്രിയ പുത്രനെ യാത്രയാക്കാൻ വേണ്ടി നിരവധി അമ്മമാർ ഇവിടെ ഉണ്ടായിരുന്നു. കണ്ണാടിക്കൽ ബസാറിൽ നിന്ന് ഇവിടേക്ക് വരുന്ന വഴിയോരങ്ങളിൽ നിരവധി അമ്മമാർ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. അതായത് ഒരു 1-2 കിലോമീറ്റർ ഉണ്ട് കണ്ണാടിക്കൽ ബസാറിൽ നിന്ന് ഈ കണ്ണാടിക്കൽ അർജുൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിയുടെ വശങ്ങളിലും നിരവധി അമ്മമാർ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച വളരെ ദുഃഖകരമായ കാഴ്ച. അതോടൊപ്പം തന്നെ ഈ വീട്ടിലെത്തി അർജുൻ അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിപ്പോകുന്ന ആളുകൾ കരഞ്ഞുകൊണ്ട് പോകുന്നു. കാരണം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. നമ്മളുൾപ്പെടെ കഴിഞ്ഞ ജൂലൈ അവസാന വാരങ്ങളിൽ ഇവിടെ ദിവസങ്ങളോളം ഇവിടെ നമ്മൾ നിന്നതാണ്. ഇങ്ങനൊരു ദിവസം ഉണ്ടാകരുതെന്ന് നമ്മൾ പോലും പ്രാർത്ഥിച്ചു പോയതാണ്. പക്ഷേ അങ്ങനൊരു ദിവസം വന്നു ചേർന്നു. അർജുന് വേണ്ടിയുള്ള ചിത ഒരുക്കൽ ആരംഭിച്ചിരിക്കുകയാണ്. വീടിൻ്റെ വലതുവശത്ത് ചേർന്ന് ആണ് ചിത ഒരുക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പൊതുദർശനം അവസാനിക്കും. മൃതദേഹം ചിതയിലേക്ക് എടുക്കും. അർജുൻ ജനിച്ചു വളർന്ന കണ്ണാടിക്കലെ ഈ നാട്ടിൽ അർജുൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ചിത ഒരുങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ പൊതുദർശനം പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ചിതയുടെ ജോലികളൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും എത്തിയ റെസ്ക്യൂ ടീമുകൾ, അതായത് സ്വയം സന്നദ്ധ രക്ഷാപ്രവർത്തകരുണ്ടായിരുന്നു. ഷിരൂരിൽ ഉൾപ്പെടെ പോയി രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളുണ്ട്. അവരൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അർജുന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വിലാപയാത്രയിൽ അവരും മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. മൃതദേഹം ഇവിടെ എത്തിക്കാൻ വേണ്ടി അവരും മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. വരുന്ന വഴിയിലൊക്കെ തന്നെ നിരവധി ആളുകളാണ് കോഴിക്കോട് ബൈപ്പാസിൻ്റെയും ഒപ്പം തന്നെ കണ്ണാടിക്കിലേക്കുള്ള റോഡിൻ്റെ ഒക്കെ തന്നെ വശങ്ങളിൽ നിന്ന് അർജുനെ യാത്രയാക്കാൻ വേണ്ടി വന്നു ചേർന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് പോലും ആളുകൾ ഈ കണ്ണാടിക്കൽ പ്രദേശത്തെത്തി എന്ന് പറയുമ്പോൾ അർജുൻ എത്രമാത്രം സ്വീകാര്യനായിരുന്നു, എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു. ആളുകൾ അർജുനെ സ്വന്തം സഹോദരനെ പോലെയോ അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയോ കണ്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത്ര വലിയ ഒരു യാത്രയെ ഇപ്പോൾ ഒരു അന്ത്യാജ്ഞയിൽ ഒരു സാധാരണക്കാരന് കിട്ടുന്നത് അപൂർവമാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സാധാരണക്കാരന് ഇത്രയധികം വലിയൊരു വിലാപയാത്രയും ഇത്രയൊരു അന്തിമോപചാരവും ലഭിക്കുന്നത്. സാധാരണ വലിയ നേതാക്കന്മാരോ അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവരൊക്കെ തന്നെ അന്തരിച്ചു കഴിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള വലിയൊരു വിലാപയാത്രയൊക്കെ നമ്മൾ കാണുന്നത്. പക്ഷേ ഒരു സാധാരണക്കാരനായ അർജുൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി നാടിൻ്റെ നൊമ്പരമായി മാറുന്ന കാഴ്ചയാണ് കോഴിക്കോട് കണ്ണാടിക്കൽ ഗ്രാമത്തിൽ കാണാൻ സാധിച്ചത്. അതുകൊണ്ടാണ് രാവിലെ തന്നെ 5 മണി മുതൽ തന്നെ ദേശീയപാത ബൈപ്പാസിൻ്റെ വശങ്ങളിലൊക്കെ തന്നെ നിരവധി ആളുകൾ, പല ദേശത്തു നിന്ന് വന്ന ആളുകൾ, അർജുനൊപ്പം ജോലി ചെയ്ത ആളുകൾ, അർജുനെ പോലെ തന്നെ ലോറി ഓടിക്കുന്ന ഡ്രൈവർമാർ, ലോറി ഉടമകൾ, മറ്റ് വാഹനം ഓടിക്കുന്ന ആളുകൾ, കുട്ടികൾ വരെ അർജുനെ അവസാനമായി യാത്രയാക്കാൻ വേണ്ടി വന്നു. വരുന്ന വഴിക്കൊക്കെ തന്നെ അർജുൻ്റെ ചിത്രങ്ങളടങ്ങിയ ബാനറുകളും ഒപ്പം തന്നെ ശരീരത്തിൽ ബാഡ്ജുകളൊക്കെ കുത്തിയാണ് ആളുകൾ ഈ വീട്ടിലേക്ക് വന്നത്. ആ അർജുൻ്റെ ചിത്രം എല്ലാവരുടെ മനസ്സിലേക്കാലവും മായാതെ നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം കഴിഞ്ഞ ജൂലൈ 16 മുതൽ നമ്മൾ കാണുന്ന ഒരു ചിത്രമാണ് അർജുൻ്റേത്. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. നമ്മുടെ എല്ലാം വീട്ടിലൊരു അംഗം എന്ന പോലെ തന്നെ അർജുനാവുകയാണ്. അല്പസമയത്തിനകം തന്നെ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹം ചിതയിലേക്ക് എടുക്കും. ചിതയുടെ നിർമ്മാണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. കുറച്ച് ആളുകൾ കൂടി അന്തിമോപചാരം അർപ്പിക്കാനുണ്ട്. അവരൊക്കെ തന്നെ വേഗത്തിൽ അവസാനമായി ഒരു നോക്ക് കണ്ട് പുഷ്പാർച്ചന നടത്തി നീങ്ങുന്ന ദൃശ്യങ്ങളാണ് വീടിൻ്റെ മുൻപിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പോലീസ് നേതൃത്വം നൽകി ആളുകളൊക്കെ തന്നെ വേഗത്തിൽ പൊതുദർശനം പൂർത്തിയാക്കാൻ വേണ്ടി പോലീസ് ഇടപെട്ട് സഹായിക്കുന്നുണ്ട്. വീടിൻ്റെ വലതുവശത്ത് ചേർന്ന് ചിതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. 11 മണിയോടുകൂടി തന്നെ അന്ത്യവിശ്രമ സ്ഥലം, അർജുന് വേണ്ടിയുള്ള അന്ത്യവിശ്രമ സ്ഥലം തൻ്റെ പണി പൂർത്തീകരിക്കാത്ത വീടിൻ്റെ വലതുവശത്തായി ഒരുങ്ങുകയും ചിതയിലേക്ക് മൃതദേഹം എടുക്കുകയും ചെയ്യും. ഞാൻ പിടിച്ചതാ അവരെ അല്ല